We are trying to introduce 6 to 7 characters in Shibu's previous life. They're all fictional characters, have no resemblance to anybody living or dead. So, കൂവി തോപ്പിച്ചില്ലെങ്കിലും ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുക. Alright, sit back and enjoy. നമസ്കാരം, ലുട്ടാപ്പി ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ MP ദിൽകുഷ് കുമാർ. പ്രധാന വാർത്തകൾ. ഇന്ന് ആഗസ്റ്റ് 3, ജോർജ് കുട്ടി പാറേപ്പള്ളിയിൽ ജ്ഞാനം കൂടിയിട്ട് തിരികെ വന്ന ദിവസം. കേരളത്തിൽ ഇലക്ഷൻ സമയത്തും മാത്രം പൊട്ടുന്ന ഒരു ഡാമുണ്ട്, അതാണ് മുല്ലപ്പെരിയാർ ഡാം. അതിനുശേഷം പരിശോധനയിൽ യാതൊരു കുഴപ്പവുമില്ലെന്ന് വിദഗ്ധ സംഘം വിലയിരുത്തി. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട അന്യസംസ്ഥാന തൊഴിലാളിയെ തിരിച്ചെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷം വാക്കൌട്ട്. തൊഴിൽ ഉടമയെ പ്രിന്റിംഗ് പ്രസ് മുതലാളി തൊഴിൽ മന്ത്രി സംരക്ഷിക്കുന്നു എന്ന ആരോപണം. പ്രിന്റിംഗ് പ്രസ് ഉടമ പറയുന്നത് ഇങ്ങനെ: പ്രശസ്ത യുവ കവിയുടെ മലയാളം കവിത അച്ചടിക്കുമ്പോൾ അന്തിക്ക് കുറിയും തൊട്ട് പെണ്ണ് കാത്തിരുന്നു എന്ന വരിയിൽ ആ എന്ന അക്ഷരത്തിന് പകരം ച എന്ന അക്ഷരം ഉപയോഗിച്ചു. ചന്തിക്ക് കുറിയും തൊട്ട് പെണ്ണ് കാത്തിരുന്നു എന്നതിനെ തുടർന്നാണ് തൊഴിലാളിയെ പറഞ്ഞു വിട്ടതെന്ന് പ്രസ് ഉടമ. റോമിൽ നിന്ന് അന്ത്യശാസനം. ദിവ്യബലിക്കിടയിലുള്ള പ്രസംഗം 8 മിനിറ്റിൽ ചുരുക്കണമെന്ന് ഫ്രാൻസിസ് പോപ്പ്. കൽപ്പന എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് സഭാ വിശ്വാസികൾ. 300 രൂപയുടെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് മലമുകളിൽ കയറിയ യുവാവിനെ 30 ലക്ഷം രൂപ ചിലവഴിച്ച് ഹെലികോപ്റ്റർ വഴി താഴെ ഇറക്കി കേരള സർക്കാർ. കാറ്റുകൊള്ളാൻ കയറിയ തന്റെ അനുവാദമില്ലാതെയാണ് താഴെ ഇറക്കിയതെന്ന പരാതിയുമായി യുവാവ്. കേസ് ഏറ്റെടുക്കാൻ തയ്യാറെന്ന് അഡ്വക്കേറ്റ് ബി ആളൂർ. ആരോഗ്യം. ഭാര്യമാരെ ഹഗ് ചെയ്യുന്നതിലൂടെ 5 തരം രോഗങ്ങൾക്ക് പരിഹാരമെന്ന് ബെർലിൻ യൂണിവേഴ്സിറ്റി. സ്ട്രെസ്, ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഇമ്മ്യൂണിറ്റി കുറവ്, വർദ്ധിച്ച ഹൃദയമിടിപ്പ് എന്നീ രോഗങ്ങൾക്കാണ് ഈ പരിഹാരം കണ്ടിരിക്കുന്നത്. ഹഗ് ചെയ്യേണ്ടത് ആരുടെ ഭാര്യയെ എന്നറിയാതെ പുരുഷന്മാർ നെട്ടോട്ടത്തിൽ. ബിസിനസ് ന്യൂസ്. ഗുണാകേവിൽ കുടുങ്ങിപ്പോകുന്ന മലയാളി യുവാക്കളെ രക്ഷിക്കാൻ ഒരു കിറ്റ് കണ്ടുപിടിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി രംഗത്ത്. 300 മീറ്റർ നീളമുള്ള ഒരു വടവും 1 പൈന്റ് കുപ്പി, 1 പാക്കറ്റ് അച്ചാർ എന്നിവ അടങ്ങിയതാണ് കിറ്റ്. ഒരു പാക്കറ്റ് അച്ചാറും 1 പൈന്റ് കുപ്പിയും കാണിച്ചു വിളിച്ചാൽ ഏത് അഗാധ ഗർത്തത്തിൽ നിന്നും നിഷ്പ്രയാസം കയറി വരാൻ ഒരു മലയാളി യുവാവിന് സാധിക്കും എന്നുള്ള ആശയത്തിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് രൂപം കൊണ്ടത്. ആദ്യ കിറ്റ് കുട്ടേട്ടൻ അലക്സിന് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ വാർത്തകൾ. ഭാര്യമാരുടെ ശമ്പളത്തിൽ ജീവിക്കുന്ന അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ഭർത്താക്കന്മാർ പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ജസ്റ്റിസ് ഫോർ കുഞ്ഞപ്പൻസ് എന്നാണ് പുതിയ സംഘടനയുടെ പേര്. ബഹുഭൂരിപക്ഷ ആളുകളുടെ ഭാര്യമാർ നേഴ്സുമാരായതിനാൽ ഭൂമിയിലെ മാലാഖമാർ നീതി പാലിക്കുക എന്നതാണ് പ്രഥമ മുദ്രാവാക്യം. വീട് വൃത്തിയാക്കിയും കാർ കഴുകിയും ഭക്ഷണം പാകം ചെയ്തും ആഴ്ച മുഴുവൻ കഷ്ടപ്പെടുന്ന തങ്ങൾക്ക് വീക്കെൻഡിൽ ഒരു സ്മോളെങ്കിലും അടിക്കാനുള്ള അവസരം ഒരുക്കി തരണമെന്ന് അവർ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സിനിമാ വാർത്തകൾ. ലോക പ്രശസ്ത ഹോളിവുഡ് ചിത്രം മലയാളത്തിൽ നിർമ്മിക്കാൻ സിനിമാ നിർമ്മാതാക്കളായ ശ്രീ ഗോപാലൻ മൂവീസ് ആലോചിക്കുന്നു. പുതുനായകനെ വെച്ചാണ് സിനിമ നിർമ്മിക്കുന്നത്. മണി റോസ് ആണ് നായിക എന്നറിഞ്ഞതോടുകൂടി നായക വേഷത്തിലെത്താൻ യുവാക്കളുടെ വൻ തിരക്ക്. കൊച്ചിയിൽ ഇന്നലെ നടന്ന ആദ്യ ഓഡീഷനിൽ ലാത്തിച്ചാർജും വെടിവെപ്പും. അറ്റ്ലാന്റയിൽ നിന്നും ഓഡീഷന് പങ്കെടുക്കാൻ പോയ 4 യുവാക്കൾ പരിക്കേറ്റ് ആശുപത്രിയിൽ. അജിത് ഫിലിപ്പ്, ഷെറിൻ ജോൺ അപകടനില തരണം ചെയ്തു. ഇപ്പോൾ കിട്ടിയ വിവരം. ഷൈൻ തോമസ്, സന്തോഷ് തോമസ് നില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. കൗതുക വാർത്തകൾ. ലോകപ്രശസ്തനായ മലയാളി IT വിദഗ്ധനും ക്രിക്കറ്റ് താരവുമായ അനിമോന്
ഷിബു വർഗീസിന് ഇന്ന് 50-ാം പിറന്നാൾ. വാർത്ത അറിഞ്ഞ് ആരാധികമാർ നടുക്കത്തിൽ. ലോക പ്രശസ്തരായ പ്രമുഖർ ആശംസകൾ അറിയിച്ചുകൊണ്ട് ലുട്ടാപ്പി ടിവിയിലേക്ക്. Everything, no matter what you do, you seem to be number one. I just wanted to wish you a happy birthday. I want to wish you happy birthday, wish you all the success and happiness in the world. Just for you. Happy birthday to you. Happy birthday to you. To wish you all the very best for today, for the days to come, for the months and years to come, and wish you all the success that you deserve. Most handsome man I've ever seen in my life. So